ആയി മാറുകയായിരുന്നു. ബാക്കിയായിട്ട് മക്കളൊന്നും തന്നെ ഇവരെല്ലാം പപ്പാനെ വിളിച്ചു തുടങ്ങി. വേറെ ആരും ആ പേര് കൊടുക്കുന്നത് അവൻ അത്ര ഇഷ്ടമല്ല. വേറെ ആരെങ്കിലും ആ പേര് വിളിച്ചു പോയാൽ അന്ന് അവനയുടെ കുഴപ്പമുണ്ടാക്കും. സ്തോത്രം. ഇവൻ അബി അമ്മ കൂടെ വന്ന് വിളിച്ചാൽ പോലും പുള്ളി പറയും വേണ്ട, ദൂരം അറിയുന്നോ എന്റെ മക്കളാണെന്ന് പറയും. മകനൊരു തിരിയാബന്ധമായിട്ട് മാറി. സ്തോത്രം. ദേവ്യ, ഈ അപ്പന്റെ ആഗ്രഹം കർത്താവിന്റെ നിരക്കാണ്. ഇപ്പൊ പറയാം, എന്റെ അപ്പനെ സാധിപ്പിച്ചത് ചെയ്യും. ഒത്തിരി പുറകോട്ടാവുന്നത് വേലക്കളത്തിൽ. കാരണം ഇത്രയേ ഉള്ളൂ, ഞാൻ അനുഭവിക്കുന്ന കഷ്ടം കണ്ടുകൊണ്ടാണ് ഈ പുറകോട്ടുള്ളത്. പപ്പ അനുഭവിക്കുന്ന കഷ്ടം കണ്ടു, ഈ കഷ്ടം എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ വേല ചെയ്യാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല, പപ്പ അനുഭവിക്കുന്ന കഷ്ടം ഇച്ചിരി വല്ല എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ പുറകോട്ടുള്ളത്. അപ്പൊ ഈ വേല അത്ര സുഖമല്ല എന്നാണ്. കാരണം എന്റെ കൂടെയാണ്. അപ്പൊ അതുകൊണ്ട് അവനെ പ്രയാസം. പ്രവീന്റെ ചിന്ത എന്താണെന്ന് വെച്ചാൽ എവിടെയെങ്കിലും പോയി ജോലി ചെയ്ത് പപ്പയ്ക്ക് കുറച്ച് പൈസ ഉണ്ടാക്കി കൊടുക്കണം. പപ്പയ്ക്ക് എത്ര വേഗം ശരിയല്ലോ, പപ്പയ്ക്ക് എത്ര ശരിയല്ലോ പപ്പയ്ക്ക് എത്ര വേഗം കുറച്ച് പൈസ ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ കുറച്ച് ഭയങ്കര പ്രയാസത്തിലാണ്. ഓരോ മാസവും പപ്പ ഇങ്ങനെ നിരങ്ങിയാണ്. അപ്പൊ പപ്പയ്ക്ക് കുറച്ച് പൈസ ഉണ്ടാക്കി കൊടുക്കും. അതാണ് കുഞ്ഞിന്റെ ഇപ്പോഴത്തെ ചിന്ത. ദൈവത്തിന്റെ ചിന്ത ഇതാണോ? അങ്ങനെയുള്ളതാണോ ഞാൻ അറിയുന്നത്? സ്തോത്രം. ഒരു വിഷയം അങ്ങനെയുള്ള ചിന്തയൊക്കെ വന്നിട്ട് കഥാവിന്റെ ദാസന്മാരൊക്കെ വന്നാൽ വന്നിട്ട് കൈ ബാക്കിയൊക്കെ ദൈവം ദർശനം. ഞാനിപ്പം രണ്ടാമത്തെ സ്റ്റുഡൻ്റായിട്ടൊന്നും പറയുന്നില്ല. നിങ്ങളൊന്ന് കൈ വയ്ക്കുക, കൈ കൈ വെച്ചിട്ട് ഈ തോൽക്കൊല്ലന്റെ വീട്ടിലൊരു കൈവെപ്പ് ശുശ്രൂഷ അതല്ലേ? അനന്യാസെന്ന ദൈവപുരുഷനോട് പറഞ്ഞു വന്ന് കൈവെക്കാൻ. അവൻ ചോദിച്ചു ശരിയല്ല എന്നൊക്കെ പറഞ്ഞില്ലയോ? പക്ഷെ കൈവയ്ക്കും ദൈവത്തിന്. ഈ കണ്ണിൽ നല്ല വീഴട്ടെ, ചെറുപ്പം നടന്നു വീഴട്ടെ. തലകുലിഞ്ഞവനായ ചെന്ന് കയറിയത്, കണ്ണ് കാണാത്തവനായ ചെന്ന് കയറിയത്. ക്രിസ്തു കണ്ണിൽ നിന്ന് ക്ഷതം നടന്നു വേണം. ക്രിസ്തുവിനോടുകൂടെ കഷ്ടം സഹിക്കാൻ, ദൈവസഭ നടാൻ ഞങ്ങൾ കർത്താവിന്റെ വിശുദ്ധന്മാരായ നാലാം യാമത്തിൽ ഇറങ്ങി പ്രവർത്തിച്ച ശക്തിയായിട്ടാണ് ആളുമാറിയവനായി അവരൊക്കെ പറയും ഈ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ദർശനമൊക്കെ അവരൊക്കെ പറയും. വെളിപ്പാടിലൂടെയൊക്കെ പറയും.